പൊതുയിടം പാർക്കിൽ 3 വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷങ്ങൾ ചെലവാക്കി നിർമ്മിച്ച പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ തയ്യാറാകാതെ പഞ്ചായത്ത് ഭരണസമിതി. കൊല്ലം പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലാണ് വർഷങ്ങൾക്ക് മുമ്പേ നിർമ്മാണം പൂർത്തിയായ കെട്ടിടം തുറന്നുകൊടുക്കാതെ ഇട്ടേക്കുന്നത്. കൊല്ലം പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ പൊതുയിടം പാർക്കിലാണ് 3 വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷങ്ങൾ ചെലവാക്കി പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചത്. എന്നാൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ഇതുവരെ തയ്യാറായിട്ടില്ലെന്നാണ് പരാതി. പെരുന്നാട് പഞ്ചായത്തും വില്ലേജും സ്ഥിതി ചെയ്യുന്ന ഇവിടെ വിവിധ ആവശ്യങ്ങൾക്കായി ദിനംപ്രതി നൂറുകണക്കിന് ജനങ്ങളാണ് എത്തിച്ചേരുന്നത്. ഇവിടെ വരുന്ന പൊതുജനങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകുവാനുള്ള സൗകര്യം ഈ പ്രദേശത്ത് വേറെയില്ല. പഞ്ചായത്ത് ഫണ്ട് മുടക്കി നിർമ്മിച്ച ഈ ടോയ്ലറ്റ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാതെ പഞ്ചായത്ത് അലംഭാവം കാട്ടുകയാണ്. പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ ശുചിത്വ പഞ്ചായത്ത് എന്നുള്ള അവാർഡ് മേടിച്ച പഞ്ചായത്തിൽ ഇതുവരെ പെരുന്നാട് പഞ്ചായത്തിൽ ഒരു പൊതുസ്ഥലങ്ങളിലും തന്നെ ഒരു ശൗചാലയം ഇല്ലാത്ത അവസ്ഥയാണ്. ലക്ഷങ്ങൾ ചെലവാക്കി ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം പെരുന്നാടിൻ്റെ ഈ പൊതുയിട എന്നുള്ള സ്ഥലത്ത് വളരെ മനോഹരമായ രീതിയിൽ ഒരു ടോയ്ലറ്റ് സമുച്ചയമൊക്കെ പണിഞ്ഞിട്ട് 3 കൊല്ലത്തോളമായി. അതിൻ്റെ എല്ലാ പണിയും പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമോ അതിൻ്റെ കാര്യങ്ങളോ ഇതുവരെയും ചെയ്യുന്നില്ല. ആ പൈസ അനാവശ്യമായി പാഴാക്കി കളഞ്ഞതല്ലാതെ അത് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നിരവധി തവണ നമ്മൾ BJP മെമ്പർമാർ ആവശ്യപ്പെട്ടിട്ടും അത് തുറന്നു കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ടോയ്ലറ്റിനോട് ചേർന്ന് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഓട്ടോറിക്ഷ സ്റ്റാൻഡുമുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ഇത് തുറന്നു കൊടുത്താൽ ഉപകാരപ്രദമാകും. 3 വർഷത്തിൽ കൂടുതലായി ഇതിന്റെ പണി പൂർത്തിയായിട്ട്. ഇനിയും ഇത് തുറന്നു കൊടുത്തില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പെരുന്നാട് പഞ്ചായത്ത് അംഗം ഇടവട്ടം വിനോദ് പറഞ്ഞു. ഇപ്പോൾ ഇതിന്റെ മുൻവശം മുഴുവനും കാട് കയറി ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.